നമസ്കാരം. മലയാളത്തിന്റെ സ്വന്തം ശ്രീനിവാസൻ വിടവാങ്ങി. അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തിനും നമുക്കുമൊക്കെ നികത്താൻ കഴിയാത്ത വിടവാണ്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച ഭാസ്കരൻ എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട്: മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കുവാൻ വേണ്ടി ഞാനിപ്പോൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല എന്ന്. പക്ഷേ ഭാസ്കരേട്ട, ശ്രീനിവാസേട്ട, നിങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾ നൽകിയ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ എന്നും കാണും. നിങ്ങളിട്ട സിഗ്നേച്ചർ അത് മരിക്കുവോളം ഞങ്ങളിതാ ഇവിടെ തന്നെ ഉണ്ടാകും. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന പല സഹപ്രവർത്തകരും ഒക്കെ കുറിച്ച വാക്കുകൾ, പറഞ്ഞ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഫേസ്ബുക്കിൽ എഴുതിയത്: മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാട്. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായകസ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നത്. പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല. സിനിമയിൽ നിലനിന്നു പോന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവട് വെച്ചത്. താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആസ്വാദന തലത്തെ ഭാവനാത്മകമാം വിധം മാറ്റുന്നതിന് ശ്രീനിവാസൻ പ്രയത്നിച്ചു. തന്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ചലച്ചിത്രകാരൻ കൂടിയാണ് ശ്രീനിവാസൻ. കഥ, തിരക്കഥ, സംവിധാനം തുടങ്ങി അഭിനയം വരെയുള്ള മേഖലകളിലായി വ്യാപരിക്കുകയും പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അസാധാരണമാം വിധം സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഒട്ടേറെ സിനിമകളിലെ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടി ഒരു നഷ്ടമാണ് ശ്രീനിവാസന്റെ വിയോഗമുണ്ടാക്കുന്നത്. ഒരു അഭിമുഖത്തിനായി ഞങ്ങൾ ഒരുമിച്ചിരുന്നതും നർമ്മമധുരമായ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചതും ഓർമ്മിക്കുന്നു. വ്യക്തിപരമായ സൗഹൃദം, അടുപ്പം സൂക്ഷിച്ചിരുന്ന ശ്രീനിവാസൻ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകം കൂടിയായി അനുഭവപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു വളർന്ന് സിനിമയോടുള്ള അഭിനിവേശം സ്വയപ്രയത്നത്തിലൂടെ പ്രായോഗിക തലത്തിലെത്തിച്ച ശ്രീനിവാസന്റെ ജീവിതം പരിശ്രമശാലികൾക്കുള്ള പാഠപുസ്തകമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹം ഇന്ന് ശ്രീനിവാസന്റെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കാണാനും ചെന്നിരുന്നു. നമ്മളത് കണ്ടതാണ്. ഇനി മോഹൻലാൽ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: യാത്ര പറയാതെ ശ്രീനി മടങ്ങി. ശ്രീനിയുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ എങ്ങനെ ഒതുക്കുമെന്നറിയില്ല. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം. ഓരോ മലയാളിക്കും ശ്രീനിയോടുള്ള ആത്മബന്ധവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മലയാളി തന്റെ സ്വന്തം മുഖം ശ്രീനി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ കണ്ടു. സ്വന്തം വേദനകളും സന്തോഷങ്ങളും ഇല്ലായ്മകളും അദ്ദേഹത്തിലൂടെ സ്ക്രീനിൽ കണ്ടു. മധ്യവർഗത്തിന്റെ സ്വപ്നങ്ങളും സ്വപ്ന ഭംഗങ്ങളും ആവിഷ്കരിക്കാൻ ശ്രീനിയെ പോലെ മറ്റാർക്ക് കഴിയും? ഞങ്ങൾ ഒന്നിച്ച കഥാപാത്രങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നത് ശ്രീനിയുടെ എഴുത്തിന്റെ മാജിക് ഒന്നുകൊണ്ട് മാത്രമാണ്. ദാസനും വിജയനും ഏതൊരു മലയാളിക്കും സ്വന്തം ആളുകളായി മാറിയത് ശ്രീനിയുടെ അനുഗ്രഹിത രചനാ വൈഭവം ഒന്നുകൊണ്ടാണ്. സമൂഹത്തിന്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ. വേദനയെ ചിരിയിൽ പകർത്തിയ പ്രിയപ്പെട്ടവൻ. സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിക്കും, രസിക്കും, പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു. പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് ലാലേട്ടൻ ഫേസ്ബുക്കിൽ കുറിച്ച്. ലാലേട്ടനും നമുക്കറിയാം, ഈ മൃതശരീരം ടൗൺ ഹാളിൽ എത്തിച്ചതു മുതൽ അവിടെയുണ്ട്. മമ്മൂട്ടിയും അവിടെയുണ്ട്. മമ്മൂട്ടിയൊക്കെ ഹൃദയം വിങ്ങുന്ന വേദനയോടെയാണ് അവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. പ്രിയദർശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാത്തിനെയും ചിരിയിലൂടെ കണ്ട പ്രിയപ്പെട്ട ശ്രീനിവാസൻ സ്നേഹം നിറഞ്ഞ ഒരു പുഞ്ചിരി പോലെ മാഞ്ഞുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നെ സിനിമാ പാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ ആത്മസുഹൃത്തിന് വിട എന്ന് പ്രിയദർശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതുപോലെ തന്നെ മഞ്ജു വാര്യർ പറഞ്ഞത് ഇങ്ങനെയാണ്: കാലാതിവർത്തിയാകുക എന്നതാണ് ഒരു കലാകാരന് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാനാകുന്ന ഏറ്റവും മനോഹരമായ അടയാളം. എഴുത്തിലും അഭിനയത്തിലും സംവിധാനത്തിലും ശ്രീനിയേട്ടന് അത് സാധിച്ചു. അങ്ങനെ ഒരു തരത്തിലല്ല, പലതരത്തിലും തലത്തിലും അദ്ദേഹം കാലത്തെ അതിജീവിക്കുന്നു. വ്യക്തിപരമായ ഓർമ്മകൾ ഒരുപാട്. എന്തു പറഞ്ഞാലും അവസാനം ഒരു ഉച്ചത്തിലുള്ള ചിരിയിൽ അവസാനിപ്പിക്കുന്ന ശ്രീനിയേട്ടൻ ഇതാദ്യമായി എന്നെ കരയിപ്പിക്കുകയാണ്. പക്ഷേ ഇല്ലാതാകുന്നത് ഒരു ശരീരം മാത്രമാണെന്നും ആ പേര് ഇനിയും പല കാലം പലതരത്തിൽ ഇവിടെ ജീവിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് അന്ത്യാഞ്ജലി എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത്. വിനയൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സംവിധായകൻ വിനയൻ ഇങ്ങനെ കുറിച്ചു: മലയാള സിനിമയിലെ പകരക്കാരനില്ലാത്ത അതുല്യ പ്രതിഭയും
പ്രിയ സുഹൃത്തുമായ ശ്രീനിവാസൻ വിട പറഞ്ഞു. ആദരാഞ്ജലികൾ. 1995 ഞാൻ ചെയ്ത ശിപായി ലഹള എന്ന സിനിമയുടെ തിരക്കഥ രചനയുടെ സമയം മുതലായിരുന്നു ശ്രീനിവാസനുമായുള്ള അടുപ്പം ആരംഭിച്ചത്. അതിനുശേഷം പല സിനിമകളിലും അദ്ദേഹവുമായി ഒരുമിച്ചു. ആക്ഷേപഹാസ്യത്തിലൂടെ ശ്രീനിവാസൻ മുന്നോട്ട് വെച്ച സാമൂഹ്യ വിമർശനം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം സ്മരിക്കപ്പെടും. തനിക്ക് പറയാനുള്ള കാര്യം ആരുടെയും മുഖത്തു നോക്കി പറയാനുള്ള തന്റെ ഇടം ശ്രീനിവാസന്റെ വ്യത്യസ്തതയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ്, പ്രണാമം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇതിനെ കുറിച്ചു. എക്കാലത്തെയും മികച്ച എഴുത്തുകാരൻ, സംവിധായകൻ, നടൻ, ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും നന്ദി, ആദരാഞ്ജലികൾ എന്നാണ് പൃഥ്വിരാജ് ഫേസ്ബുക്കിലിട്ടത്. ഇന്ദ്രജിത്ത് പറഞ്ഞു, എന്റെ കുട്ടിക്കാലത്തെ സിനിമ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ഭാഗം. സിനിമയിൽ സ്ക്രീൻ പങ്കിടാനും നിങ്ങളുടെ സംഭാഷണങ്ങൾ പറയാനും കഴിഞ്ഞതിൽ സന്തോഷം. ചിരിപ്പിച്ചതിനും രസിപ്പിച്ചതിനും നന്ദി. ശ്രീനിയേട്ടനെ മിസ് ചെയ്യുമെന്നും ഒക്കെ ഇന്ദ്രജിത്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. ഗണേഷ് കുമാർ മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത്. മലയാളത്തിന്റെ മുഖശ്രീയായിരുന്ന ഹാസ്യശ്രീ മാഞ്ഞു. ഞാനുമായി ഏറെ സൗഹൃദം സൂക്ഷിച്ച പ്രിയ സുഹൃത്തിന്റെ സഹോദരന്റെ വേർപാട് വേദനയുണ്ടാക്കുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ മലയാളികളുണ്ടോ അവരെല്ലാം ഒരു ദിവസം ശ്രീനിവാസന്റെ ഒരു സിനിമാ ഡയലോഗെങ്കിലും പറയാതെ ഓർക്കാതെ കടന്നു പോകില്ല. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ തുടങ്ങി മലയാളികൾ എന്നും ഓർക്കുന്ന എത്ര ഡയലോഗുകൾ. ഇനി ഇതുപോലെ ഒരു കലാകാരനെ നമ്മൾക്ക് കിട്ടില്ല. ഓരോ രചനകളും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിരികൾ മാത്രമല്ല സമ്മാനിച്ചത്, അവരെ ചിന്തിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. തീരാ നഷ്ടമാണ്. ഈ വിടവ് ഒരിക്കലും നമ്മൾ മലയാളികൾക്ക് നികത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുകേഷ് ഇങ്ങനെ കുറിച്ചു. നഷ്ടപ്പെട്ടത് ആത്മസ്ഫൂർത്തിനെ, വഴികാട്ടിയെ, എല്ലാത്തിലും ഉപരി കൂടപ്പിറപ്പിനെ, 4.5 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം, ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ച നിഷ്കളങ്ക സ്നേഹത്തിന്റെ പേര് കൂടിയാണ് ശ്രീനിവാസൻ. ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചു, ഒരുമിച്ച് സിനിമ നിർമ്മിച്ചു, ഒരുമിച്ച് ലോകം കണ്ടു. പകരം വെക്കാനില്ലാത്ത പ്രതിസന്ധികളിലെ തണൽ മരത്തിന് വിട എന്നാണ് ശ്രീനിവാസനെ പറ്റി മുകേഷ് കുറിച്ചത്. മുരളി ഗോപി ഇങ്ങനെ എഴുതി. കപടതകളുടെ തുട പൊളിക്കുന്ന ചൂരലടികൾ പോലെയായിരുന്നു ശ്രീനിയേട്ടന്റെ നർമ്മം. ഓരോ അടി കൊള്ളുമ്പോഴും പൊട്ടിച്ചിരിക്കേണ്ടി വരിക എന്നത് ആ കപടതകളുടെ ദുർവിധിയും എന്നാണ് കുറിച്ചത്. അങ്ങനെ നമുക്കൊക്കെ നഷ്ടപ്പെട്ടത് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു മഹാപ്രതിഭയെ തന്നെയാണ്. കൈവച്ച എല്ലാ മേഖലകളിലും തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസനെ പോലെ ഒരു കലാകാരനെ, ഒരു സിനിമാ നടനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ മഹാനടന്റെ ജീവിതവും മാതൃക തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണങ്ങളും അല്ലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും വലിയ ഇൻസ്പിറേഷൻ നൽകുന്നതായിരുന്നു എന്ന കാര്യത്തിൽ ഒന്നും ആർക്കും ഭിന്ന അഭിപ്രായം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ശ്രീനിവാസന്റെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങൾ, ശ്രീനിവാസന്റെ തൂലികയിൽ പിറവി കൊണ്ട സിനിമകൾ, അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിൽ എത്തിയ സിനിമകൾ, അതിനൊക്കെ എന്തൊക്കെ ഒരു മാജിക്കൽ പവർ ഉണ്ടായിരുന്നു. നമ്മളെ തിയേറ്ററുകളിലേക്ക് വിളിച്ചു വരുത്താൻ കഴിവുള്ള സിനിമകളായിരുന്നു അദ്ദേഹം നിർമ്മിച്ചിരുന്നത്. എന്തിന് സിനിമ തിയേറ്ററിൽ പോയി കണ്ടാലും ടി വിയിൽ വന്നാലും വീണ്ടും ഒക്കെ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവവികാസങ്ങൾ, നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, രാഷ്ട്രീയ രംഗത്തും അങ്ങനെ പല രംഗങ്ങളിലും ഒക്കെ നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു ശ്രീനിവാസന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ മഹാനടന്റെ, മഹാപ്രതിഭയുടെ ഒരു വിയോഗം, ആ വിയോഗത്തിൽ ഈ നാട് മുഴുവൻ വലിയ വിങ്ങലിൽ തന്നെയാണ്.